മറ്റു വാർത്തയിലേക്ക്. നാദാപുരം ഷിബിൻ വധക്കേസ് പ്രതികളെ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മോനലി ശിഹാബ് തങ്ങൾ ജയിലിൽ സന്ദർശിച്ചു. ഇന്നലെ തവനൂർ സെൻട്രൽ ജയിലിലെത്തിയാണ് പ്രതികളെ കണ്ടത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികളെയാണ് നേതൃത്വം സന്ദർശിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ ലീഗ് പ്രവർത്തകരാണ് പ്രതികൾ. രാഹുൽ KV ആണ് വിവരങ്ങളുമായുള്ളത്. രാഹുൽ, വളരെ പ്രമാദമായ ഒരു കേസാണ്. തെയ്യമ്പാടി ഇസ്മായിൽ തുടങ്ങിയ ആളുകൾ പ്രതികളായ കേസ്. ഇത് ഇപ്പോൾ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഹൈദരാലി തങ്ങളുടെ മകൻ കൂടിയാണ് മൊയ്ൻ അലി തങ്ങൾ ജയിലിലെത്തി പ്രതികളെ സന്ദർശിച്ചത് വിവാദവുമായിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? കൊലക്കേസ് പ്രതികളെയാണ് യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് മൊയ്ൻ അലി തങ്ങളുടെ നേതൃത്വത്തിൽ തവനൂർ സെൻട്രൽ ജയിലെത്തി കണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് എത്തിക്കണ്ടത്. കേസിൽ ഇവർക്ക് നിയമസഹായം ലഭ്യമാകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് സന്ദർശനമെന്നാണ് യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ ഈ സന്ദർശനത്തെ വിശദീകരിക്കുന്നത്. ഒപ്പം പ്രതികൾക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിന് സുപ്രീം കോടതിയിൽ ഹാരിസ് ബീരൻ MP, ലീഗിൻ്റെ രാജ്യസഭ MP ആണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചു എന്നുകൂടി യൂത്ത് ലീഗിൻ്റെ നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. കേസിലെ പ്രതികളെല്ലാവരും യൂത്ത് ലീഗ് പ്രവർത്തകരാണ്. 2015 DYFI പ്രവർത്തകനായ ഷിബിൻ കൊല്ലപ്പെടുന്നത്. കേസിലെ പ്രതികളെ നേരത്തെ വിചാരണ കോടതി വെറുതെ വിടുകയും ഹൈക്കോടതി അത് റദ്ദ് ചെയ്യുകയുമാണ് ഉണ്ടായത്. കഴിഞ്ഞ ഒക്ടോബർ 15 കേസിലെ പ്രതികളെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദ് ചെയ്ത് പിന്നീട് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നത്. അപ്പോൾ ഏതായാലും ഈ പെരിയ കേസിലൊക്കെ കണ്ടതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ CPM പ്രവർത്തകർ പ്രതികളായി വന്ന കേസിൽ കണ്ടതൊക്കെ പോലെ പ്രതികൾക്ക് നിയമസഹായം ഇനിയും ലഭ്യമാകേണ്ടതുണ്ടെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ ഏതായാലും സെൻട്രൽ ജയിലിലെത്തി പ്രതികളെ കണ്ടിട്ടുള്ളത്. മൊയ്ൻ അലി തങ്ങൾക്കൊപ്പം നാദാപുരത്തെ യൂത്ത് ലീഗിൻ്റെ പ്രാദേശിക നേതാവ് കൂടി ഒപ്പമുണ്ടായിരുന്നു. അഭിലാഷ്.